നമസ്കാരം, ഞാൻ മൃണാൾ. ഈ വളർന്നു വരുന്ന യൂട്യൂബേഴ്സും പിള്ളേരെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ന്യായമായിട്ടും ഇത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഞാൻ തന്നെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയം, ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഒന്നും ചെയ്യാനുള്ള ഈ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്യാമറ സെറ്റിങ്സ് പറഞ്ഞു കൊടുക്കുക, ടെക്നിക്കലി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അതിനുള്ള ഗ്രാഹ്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ലിങ്ക് ചെയ്ത് ആലോചിച്ചപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 15-ാമത്തോളം ദിവസമായി. ഒരു ദിവസം ആവറേജ് 10,000 to 12,000 എനിക്ക് ചിലവുണ്ട്. അതായത് ഡീസൽ തന്നെ ഒരു ഫുൾ ഡേ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 5,000-6,000 രൂപയ്ക്കുള്ള ഡീസൽ വേണം, ടോളും ഡീസലും കൂടെ. പിന്നെ കോവിഡ് ആയതുകൊണ്ട് കൊള്ളാവുന്ന ഹോട്ടലുകളിലേ താമസിക്കാൻ പറ്റുള്ളൂ, ബേസിക് ക്ലീൻലിനെസ്സും എല്ലാം വേണം. അപ്പോൾ ഒരു 3,000-4,000 രൂപ കൊടുക്കാതെ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഹോട്ടൽ റൂമിന് 3,000 ചില്ലറ രൂപയാണ് വില, കിട്ടില്ല. പിന്നെ ഭക്ഷണം, ഒരു ഡിഷ് മേടിച്ച എക്സ്പ്ലോറേഷൻ നടക്കൂല. അപ്പോൾ പലപ്പോഴും ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്യും എന്തെങ്കിലും, അല്ലെങ്കിൽ കുറേ ഡിഷുകൾ മേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ആരെങ്കിലും വരുന്നു, ഡിന്നർ കഴിക്കാൻ ആരെങ്കിലും വരുന്നു, ഇല്ലെങ്കിൽ ഇത് പൊതിഞ്ഞ് മേടിച്ച് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് ഇത് തീർക്കുന്നത്. വേസ്റ്റ് ആക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും ഡിഷുകൾ മേടിക്കുമ്പോൾ അതിനുള്ള പൈസ ഇങ്ങനെ ഒരു 10,000 to 15,000 ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് ചിലവുണ്ട്. അപ്പോൾ ഒരു സ്പോൺസർ വേണം എന്ന് ഞാൻ ആലോചിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ഈ 15x30 എന്ന് പറയുന്നത് 4-4.5 ലക്ഷം രൂപയാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൻ്റെ 4 അയലത്ത് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ അതിന് പുറമെ ഞാൻ സാധാരണ ഒരു ജോലി ചെയ്തിട്ട്, അത്യാവശ്യം നല്ല വരുമാനമുള്ളൊരു ജോലി ചെയ്തിട്ടാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. ആ ജോലിയിൽ നിന്ന് 3-4 മാസം വിട്ട് നിന്നിട്ട് വേണം ഞാൻ ഈ ട്രിപ്പ് നടത്താൻ. അപ്പോൾ ആ വരുമാനവും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു സ്പോൺസറിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. അതായത് ഈ ട്രിപ്പ് തുടങ്ങിയ ഒരാഴ്ച മുമ്പൊക്കെയാണ് ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയത്. സത്യത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളായിരുന്നു. എനിക്കറിയാവുന്ന കുറച്ച് മീഡിയ മാനേജേഴ്സിനെ, കുറച്ച് ആളുകളെയൊക്കെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയാതെ പറഞ്ഞ കാര്യം, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു പൈസ വാങ്ങിയിട്ട് ഉദ്ഘാടനത്തിന് പോവുക, അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻസ് നടത്തുക, ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അദ്ദേഹമായിരുന്നു ഇത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, സമയം, പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ ചെയ്യില്ല, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് ചെല്ലില്ല. രണ്ടാമത്തെ കാര്യം, ഒന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഭവം, ഒരു ബാട്ടറാന്ന് വിചാരിക്കും, ഒരു ടി വി ആണ് ഇങ്ങോട്ട് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സാധനം, അവസാനം അത് 2 ടി വി ആവും ഇദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ. അപ്പോൾ അവർക്കിത് കൊടുക്കാൻ പറ്റാതാവും, അത് പിന്നെ പ്രശ്നമാവും. അതും അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ ക്യാമറ കൈകൊണ്ട് തൊടില്ല, വേറെ ചെയ്യാൻ പറ്റാവുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾ മാത്രമല്ലല്ലോ പ്രൊമോഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. വേറെ വഴികൾ നോക്കും, എന്തിനാണ് ഇങ്ങനത്തെ ആളുകളുമായിട്ടുള്ള സംഭവങ്ങളെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഒരാൾ ചെയ്യുന്ന, അല്ലെങ്കിൽ 1, 2, 3 പേര് ചെയ്യുന്നത് മൊത്തത്തിൽ ബാധിക്കുകയാണ്. അപ്പോൾ എന്നോട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ മൊണറ്റൈസേഷൻ ഇല്ല. ഒരു ജോലി ചെയ്തുകൊണ്ട് ബ്ലോഗുകൾ ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ എക്സാമ്പിൾ ഉണ്ട്. അത് എൻ്റെ കാര്യം നിങ്ങൾ വിടും, ഷെഫ് പിള്ളയോടൊക്കെ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ അത്രയും കാര്യങ്ങൾ അതായത് 4 ഹോട്ടലുകളുടെ എക്സിക്യൂട്ടീവ് ഷെഫ്, ഇപ്പം അദ്ദേഹം കോർപ്പറേറ്റ് ഷെഫോ ഡയറക്ടറോ അങ്ങനെ എന്തോ വലിയ പൊസിഷനിലാണ്. ഇതും ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇത് വലിയ പാടാണ്. അപ്പം ജോലിയും ഇതും കൂടെ കൊണ്ട് നടക്കാൻ പലർക്കും പറ്റുന്നില്ല. അപ്പം ജോലിയിൽ നിന്ന് മാറി നിന്ന് ചെയ്യുമ്പോൾ ജോലിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാവുന്നു, ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് വലിയ വരുമാനമൊന്നും ഇല്ല. 5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് കോവിഡിന് ജസ്റ്റ് മുമ്പുള്ള ഫെബ്രുവരിയിൽ എന്നോട് പറഞ്ഞതാ, ഫുൾ ടൈം യൂട്യൂബും കൊണ്ട് നടക്കൽ തീരെ പ്രാക്ടിക്കലല്ല, പല കാര്യങ്ങൾക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യണം എന്നുള്ള അവസ്ഥയാണ്. എത്രയോ പേര് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആളുകളുടെ. ഇവിടെ പ്രധാനപ്പെട്ട ഫുഡ് ബ്ലോഗർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ പോവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇത് നടത്തിക്കൊണ്ടുപോകാനേ പലർക്കും പറ്റുള്ളൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇത് തന്നെ നടത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പോൾ വേറൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭീകരമാണ്. കാരണം അതിൽ മൊണറ്റൈസേഷൻ ഒന്നുമില്ല, ഒന്നും കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ജീവിക്കണ്ടേ? ഞാൻ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമല്ല കേട്ടോ, 1000-10,000 രൂപയുടെ കാര്യമാണ് പറയുന്നത് ജീവിക്കാനുള്ള. ഒരു ലക്ഷത്തോളം ഫോളോവറുള്ള, 1 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവറുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നു, ചേട്ടാ എങ്ങനെയാണിത് കൊണ്ട് നടക്കുക. ആ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു ആ കുട്ടിയുടെ കൂടെ. അവർ പറഞ്ഞിരുന്നു, ഇവളുടെ ജോലിയും ഇല്ല, ജോലിയുടെ ഇടയിൽ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്.
ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ സംഭവത്തിനെ കൊളാക്കി വെച്ചിരിക്കുകയാണ്. ഈ പൈസ മേടിച്ച് ഇത് ചെയ്യുന്ന സംഭവത്തിന് നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യൻ കൊളാക്കി വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം എനിക്ക് തന്നെ വേണം, എല്ലാം വേറൊരാൾക്ക് കിട്ടരുത് എന്നുള്ള രീതിയിൽ പല പരിപാടികൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല അഡ്വർടൈസേഴ്സിന് ഈ ട്രസ്റ്റ് പോയി. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമേഴ്സ് വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസം പൊതുവേ വന്നു. ഇന്നലെയും എന്നെ ഒരു മീഡിയ മാനേജർ എൻ്റെ ഈ ട്രിപ്പിനുള്ള ഒരു സ്പോൺസറായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കുറച്ച് 2-3 ദിവസം കൊണ്ട് ശരിയാവുമായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ ഇന്ന് ശരിയാവുമായിരിക്കും, കാരണം ഇന്ന് ബാങ്ക് ഉണ്ട്, ഇന്നിപ്പോൾ ചിലപ്പോൾ അവർക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ വിശ്വാസം അവർക്ക് ഉണ്ടാക്കുക, അതായത് പ്രൊഫഷണലായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുക. രണ്ടാമത്തത്, ഒരു 10,000 ഫോളോവേഴ്സ് മുതൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള ആളുകളെ ഗ്യാദർ ചെയ്യിച്ചിട്ട് അവർക്കെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ പൈസ കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വർഗീസേട്ടൻ കോട്ടയത്ത് അല്ലെങ്കിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ പാലക്കാട്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു ബ്യൂട്ടി പാർലറോ ഒരു റെസ്റ്റോറൻറ്റോ എന്തോ ഒരു സാധനം തുടങ്ങി എന്തോ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ അതിൽ കൂടുതലോ ഒരു മാർക്കറ്റിംഗ് ബജറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബജറ്റ്. സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആളെ വിളിച്ചിട്ട് ആ 1,00,000 രൂപ തരാമെന്ന് പറയും, മൂപ്പര് വരും, ഇപ്പം എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, അങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ മേജർ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ സെയിൽസിലേക്ക് മാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 ലക്ഷം പേര് അല്ലെങ്കിൽ 5 ലക്ഷം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥലത്തിൽ, ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ സ്ഥലത്തിന് ചുറ്റുമുള്ള ആളുകൾ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാണ്ട് കോട്ടയത്തുള്ള സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ മലപ്പുറത്ത് കണ്ടിട്ട് എന്താ കാര്യം? മലപ്പുറത്ത് കോട്ടയം പോയിട്ടുള്ളല്ലോ സാധനം മേടിക്കുക. ഇതിപ്പോൾ ലുലു മോളൊന്നും അല്ലല്ലോ അങ്ങനെ 100 കിലോമീറ്റർ പോയിട്ട് സാധനം മേടിക്കാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ലോക്കലായിട്ടുള്ള ആളുകൾ, കേരളം മുഴുവനുള്ള ആളുകളെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അത് എൻ്റെ കമ്പനിക്ക് ചെയ്യാൻ പറ്റും, കാരണം ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ വളരെ മുമ്പേ ആലോചിച്ചിരുന്ന കാര്യമാണ്, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ലോക്കലായിട്ടുള്ള ഇപ്പം മലപ്പുറത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അല്ലെങ്കിൽ പാലക്കാട്ട് ഒരു ബ്യൂട്ടി പാർലർ ആണെങ്കിൽ പാലക്കാട്ടുള്ള ഒരു 10 പേര് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെയുള്ള 10,000 ഫോളോവേഴ്സ്, അതായത് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാവില്ല, പക്ഷേ ഇതിലൊരു ടേസ്റ്റ് ഉണ്ട്, ഇതിലൊരു കഴിവുണ്ട്. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്, 1-2 പേരൊന്നുമല്ല. എനിക്കറിയാം, ഡെയിലി കടലിൽ പോയിട്ട് 1,000-1,500 രൂപ ഉണ്ടാക്കിയിട്ട് 10 ദിവസം കടലിൽ പോയിട്ട് 15,000 രൂപ ഉണ്ടാക്കിയിട്ട് ബ്ലോഗ് ചെയ്യുന്ന ആളെ വരെ എനിക്കറിയാം. ഇത് ഭയങ്കര ഒരു പാഷൻ്റെ പുറകെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള 10 പേര് പാലക്കാട് നിന്ന് അവരെ ഗ്യാദർ ചെയ്തിട്ട് ഈ 1,00,000 രൂപ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 50,000 രൂപ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണോ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ അങ്ങനെയൊക്കെ ആണല്ലോ, അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എൻ്റെ കമ്പനിക്ക് ചെറിയൊരു ഫീസ് മതി. കാരണം എനിക്കൊരു മാനേജറെ വെക്കേണ്ടി വരും, അയാളുടെ കാര്യങ്ങൾ നടന്നു പോകണം, ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റണം, എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോക്കലായിട്ടുള്ള ആളുകൾ ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ലോക്കലായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ ഇത് കാണുന്നുണ്ടാവും. ഇപ്പോൾ പാലക്കാട് തന്നെ നിന്നിട്ട്, അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ നിന്നിട്ട്, അല്ലെങ്കിൽ പത്തനംതിട്ട തന്നെ നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ പറ്റി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ അവിടെയുള്ള വ്യൂവേഴ്സ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു 10 പേര് ഒരു സൂപ്പർ മാർക്കറ്റിനെ പറ്റിയിട്ടോ ഒരു ബ്യൂട്ടി പാർലറിനെ പറ്റിയിട്ടോ ഉള്ള കാര്യങ്ങളാട്ടോ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ആളുകളെ പറ്റിക്കുന്ന വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന ഏർപ്പാടല്ല, ഉള്ളത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ, അല്ലെങ്കിൽ ഇന്ന് സ്ഥലത്ത് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഓർഗാനിക് പച്ചക്കറി വിൽക്കുന്നൊരു സൂപ്പർ മാർക്കറ്റ്, എന്താ വെച്ചാൽ ആ ബിസിനസ്സിന് വേണ്ടത് പറയുമ്പോൾ ലോക്കലായിട്ടുള്ള ആളുകളല്ലേ ഇത് കൂടുതൽ കേൾക്കുക. അപ്പം അങ്ങനെ ഒരു 10 പേര് പറയുമ്പോൾ ശരിക്കും ആ ഒരു പ്രദേശത്തെ റീച്ച് ഭയങ്കരമായിരിക്കില്ലേ, അപ്പോൾ ബിസിനസ്സിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യില്ലേ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ 1,00,000 രൂപ കൊടുത്തിട്ട് ഒരാൾ വന്നിട്ട് ബ്ലോഗ് ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ മുഴുവൻ നിരത്തി വെച്ചിട്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ തള്ളുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു ബ്യൂട്ടി പാർലറോ സൂപ്പർ മാർക്കറ്റോ ആണെങ്കിൽ ഇന്നാണെന്നൊക്കെ പറയുമായിരിക്കും. ഇതങ്ങനല്ല. എൻ്റെ കമ്പനിക്ക് കൃത്യമായിട്ടൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ആ കമ്പനിക്ക് മാർക്കറ്റ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് പഠിച്ചിട്ട് അതിന് 5-10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 5-10 പേർക്കല്ലേ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഇൻസ്റ്റഗ്രാമറുടെ അല്ലെങ്കിൽ യൂട്യൂബറുടെ ഡെമോഗ്രാഫിക്സ് എന്താണ്, എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ആളുകളാണ് അവരെ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ആ ടൈപ്പിന് പറ്റിയ. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിൽക്ക് ഷേക്കുകൾ വെച്ചിട്ട് ഒക്കെ ആകുമ്പോൾ അങ്ങനെ കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും, അത് ശരിക്കും അട്രാക്റ്റീവ് ആവും. ഇപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലുള്ള ഒരാളാണ് നല്ല
ബീഫും പൊറോട്ടയും ഒക്കെ വെച്ച് അത് കാണുന്നവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ശരിക്കും ഒരു വ്യൂവർ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ബിസിനസ്സിനെ നന്നായി ഹെൽപ്പ് ചെയ്യും. ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഹെൽപ്പും ആയിരിക്കും. അപ്പം ഇത് ഒരു ഫെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഇമെയിലിൽ മാത്രം ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ചാൽ പറ്റിക്കലുണ്ടാവില്ല. ഈ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റവന് കൊടുക്കുക, ഇവൻ ഇത്രയാണ് വാങ്ങിക്കുന്നത്, അവൻ അത്ര ഇതൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ച പ്രാക്ടീസസാണ്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. എല്ലാവർക്കും പിന്നെ ഒരു ഇമെയിൽ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. യൂട്യൂബിൽ ലോഗിൻ ചെയ്യാനെങ്കിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇമെയിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ മലയാളത്തിൽ അയച്ചാൽ മതി. അങ്ങനെ പ്രൊഫഷണലായിട്ട് ടു ഫ്രം എന്നും വെച്ചിട്ടൊന്നും ചെയ്യണ്ട. പക്ഷേ ഇമെയിൽ ആകുമ്പോഴത്തെ ഗുണമെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ ഇമെയിലിൽ കിടക്കും. അപ്പോൾ അത് പ്രോമിസ് ചെയ്തിട്ട് ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, പിന്നെ എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത്, ഇങ്ങനത്തെ ഒന്നും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇമെയിൽ അഡ്രസ്സ് mrinal89@yahoo.com, mrinal89@yahoo.com. 2 കൂട്ടർക്കും എന്നെ സമീപിക്കാം. അതായത് പ്രൊമോഷൻ ചെയ്യേണ്ട ബിസിനസ്സുകൾക്ക് നിങ്ങളുടെ ബജറ്റ് എത്രയാണ്, നിങ്ങളുടെ ബിസിനസ് എന്താണ്, എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അയച്ചോളൂ. നിങ്ങളുടെ കോൺടാക്ട് നമ്പറും അയച്ചോളൂ. എൻ്റെ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ ഞാൻ തന്നെ, എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം എനിക്കിത് സീരിയസ് ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന് ഒന്ന് പ്രൊഫഷണൽ ആക്കിയിട്ട് എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് വളർന്നു വരുന്നവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ബിസിനസ്സുകൾക്കും ഗുണം കിട്ടണം. ഇത് 1 ലക്ഷം രൂപയും മേടിച്ചിട്ട് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അത് കുളമാക്കുക, ആൾക്കാരുടെ വിശ്വാസം നശിപ്പിക്കുക. എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബിസിനസ്സുകൾക്കും ഗുണമാണല്ലോ. അപ്പം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള റെസ്റ്റോറൻറ്റുകളോ ബിസിനസ്സുകളോ എന്തുണ്ടെങ്കിലും നിങ്ങളും ഇമെയിൽ അയച്ചോളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡെലിവറബിൾസ് ഇന്ന ആൾക്കാർ ഇന്ന സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യും, ഇന്ന സംഭവങ്ങളാണ് പറയുക. വളരെ ഫെയർ ആയിട്ട് വ്യൂവേഴ്സിനെയും പറ്റിക്കണ്ട, ബിസിനസ്സുകൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ ഇൻസ്റ്റാഗ്രാമേഴ്സിനും അവരുടെ റീച്ചും കാര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഗുണം കിട്ടുകയും ചെയ്യും. ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നോട് ആൾക്കാർ പറഞ്ഞത് കേട്ടതും ഇൻഡസ്ട്രിയിൽ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളും, അതായത് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളും എൻ്റെ സ്വന്തം സ്പോൺസർ തപ്പിയതിൻ്റെ അനുഭവമൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമീപിക്കാം. താങ്ക് യു.